ശ്രീധർമ്മശാസ്താവിൻ്റെ അവതാരത്തെക്കുറിച്ചും നാമകരണത്തെക്കുറിച്ചും ശ്രീ ഭൂതനാഥ സർവസ്വം എന്ന ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു. ധനുമാസ അവസാനത്തിൽ ശനിയാഴ്ച ദിവസം ഉത്രം നക്ഷത്രത്തിൽ വൃശ്ചിക ലഗ്നത്തിലാണ് ശ്രീധർമ്മശാസ്താവ് അവതരിച്ചത്. ചിന്മയനായ ധർമ്മശാസ്താവിൻ്റെ അപദാനങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ആ സമയം ദേവന്മാർ ഓരോരുത്തരും അഞ്ജലിബദ്ധരായി ഇങ്ങനെ സ്തുതിച്ചു. നമസ്തേ സർവശക്തായ നിത്യായ പരമാത്മനെ പുരുഷായാദി ബീജായ പരേശായ നമോ നമ. ആനന്ദരൂപിണം ശാന്തം ഘോര സംസാര താരകം സൃഷ്ടിസ്ഥിത്യന്തരൂപം തം ശാസ്താരം പ്രണതോസ്മ്യഹം. ആനന്ദരൂപനും ജീവരാശിയെ ഗംഭീരമായ സംസാര സമുദ്രത്തിൻ്റെ മറുകര കടത്തുന്നവനും സൃഷ്ടിസ്ഥിതി സംഹാരകാരകനും വാക്കിലും മനസ്സിലും ഒതുങ്ങാത്ത അനന്ത മഹാത്മ്യമുള്ളവനുമായ താരക ബ്രഹ്മത്തെ ദേവകൾ പ്രത്യേകം കൈവണങ്ങി വേദസൂക്തങ്ങളെ വീണ്ടും വീണ്ടും മുഴക്കി. അനന്തരം ഹർഷാശ്രു തൂകിക്കൊണ്ട് വിധാതാവ് തന്നെ ശിശുവിന് മംഗലാശംസാപൂർവം നാമകരണം ചെയ്തു. സകല ഭൂതസഞ്ചയങ്ങൾക്കും ജീവനായി വർത്തിക്കുന്നതിനാൽ ഭൂതനാഥൻ എന്നും ധർമ്മവർജിതന്മാരുടെ ശാസിതാവാകയാൽ ധർമ്മശാസ്താവ് എന്നും പരമമായ തത്വങ്ങൾ എല്ലാം തന്നിൽ സൂക്ഷിച്ചിരിക്കയാൽ പരായഗുപ്തൻ എന്നും ആര്യന്മാർക്കെല്ലാം പിതാവെന്ന പോൽ ശോഭിക്കയാൽ ആര്യപിതാവ് അല്ലെങ്കിൽ ആര്യതാതൻ എന്നും പ്രധാനമായും 4 നാമങ്ങൾ അരുളി. നാമാദ്യാതീതന്മാരായ വൈഷ്ണവ ശിവശക്തികൾ ഏകോപിച്ചവതരിച്ച ഈ ധർമ്മസ്വരൂപത്തെ അയ്യപ്പൻ എന്ന് ഭക്തന്മാർ വിളിക്കുന്നു. Presented by Chaikari, Kazhakkottam, near Infosys, Thiruvananthapuram. Chai, 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 Chaikari.